ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ആണ് ഞാൻ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായിട്ട് കേൾക്കണം. വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കൂടെ നേരിട്ട ഒരു സംഭവമാണിത്. എൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരാളിന് ഒരു അസുഖം ഉണ്ടായി. അപ്പോൾ അവർ വലിയ അറിവുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ള ആളുകളല്ലായിരുന്നു. അവർ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. അവരെ പുറത്തോട്ട് പറയാനുള്ള ബുദ്ധിമുട്ടും പിന്നെ മറ്റുള്ളവർ കുറച്ച് കുടുംബത്ത് കുറച്ച് പ്രശ്നങ്ങളും മറ്റുള്ളവരെന്താ അറിഞ്ഞാൽ എങ്ങനെ ആകും എന്നൊക്കെയുള്ള കാരണത്താൽ അവർ 4 പേരും കൂടി എടുത്ത തീരുമാനത്തിൽ ഒരു ഹോസ്പിറ്റലിൽ എത്തുകയും, നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ, അവിടെ എത്തിയിട്ട് അവരവിടെ ചികിത്സ നടത്തുകയാണ്. ഡോക്ടർമാർ അമ്മയ്ക്ക് അസുഖം ഉണ്ടായിരുന്നത്, അവർക്ക് യൂട്രസിൽ ഒരു മുഴയാണ് ഉണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ അവർ പറയുന്നതനുസരിച്ച് അവിടെ തന്നെ ആ സർജറി നടക്കുകയും, പക്ഷേ അവർക്ക് തുടർ ചികിത്സ വേണമായിരുന്നു. അതും ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരെന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഇവർക്കൊന്നും മനസ്സിലായോ എന്തോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. അവർ അവിടെ തന്നെ അടുത്ത ചികിത്സകൾ അങ്ങ് നടത്തി ഇരിക്കുന്ന സമയത്ത് എന്തോ ഇവരുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ടായിരിക്കും അവിടുത്തെ ഒരു സിസ്റ്റർ ഇവരുടെ ഫയലിൽ നിന്ന് അവരുടെ നമ്പർ എടുത്തതിന് ശേഷം ഇവരെ വിളിച്ചപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞു, എൻ്റെ പേര് വെളിപ്പെടുത്തരുത്, ഒരു കാര്യങ്ങളും പുറത്ത് പറയരുത്, നിങ്ങൾ അടുത്ത ഒരു നിങ്ങൾക്കൊരു നല്ലൊരു പിന്നെ ഒരു ഡോക്ടറെ നിങ്ങൾ കാണണം, അത് ഇന്ന ഡോക്ടർ ആയിരിക്കണം, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം ഭേദമാകും എന്നൊക്കെ പറഞ്ഞതിന് കേട്ട് ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ വന്ന് കാണുകയും, പക്ഷെങ്കിൽ അപ്പോഴത്തേന് അസുഖം വളരെ മോശമായ ഒരു സ്റ്റേജിലെത്തി. അപ്പോൾ ഇവരുടെ അറിവില്ലായ്മ കൊണ്ടും ഇവരെ മറ്റുള്ളവരോട് പറയാഞ്ഞത് കൊണ്ടുമാണ് ഇതൊക്കെ സംഭവിച്ചത്. അവരുടെ ആ ചെറിയ അറിവ് വെച്ച് അവർ ഇങ്ങനെ അങ്ങ് ചെയ്തു. പക്ഷെങ്കിൽ ആ സിസ്റ്റർ കാരണം ഏതായാലും ഇവർ ഈ ചികിത്സയിലോട്ട് വന്നപ്പം പണ്ടുള്ളവർ പറയുമല്ലോ, സൂചി കൊണ്ടെടുക്കാനുള്ളത് തൂമ്പ കൊണ്ടെടുത്തെന്ന്, അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് ഇവർ എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷേ ഡോക്ടറുടെ നല്ല സമീപനവും നല്ല ട്രീറ്റ്മെൻറ്റും കാരണം അവർ കുറേ നാളത്തെ ചികിത്സകൾ നല്ല ഭാരിച്ച ഒരു ചിലവോടുകൂടിയാണ് അവരുടെ ചികിത്സ പൂർത്തിയായത്. ഇന്നും ആളിനൊരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ അവരോടുകൂടെ ഇന്നിപ്പോൾ ഇത് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് യാതൊരു എതിർപ്പോ കാര്യങ്ങളോ ഇല്ല. ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു, ഡോക്ടറെ കണ്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യത്തില്ലേ? ഇത്രയും പിഴവുകൾ ആ ഹോസ്പിറ്റലിൽ നിന്നല്ലേ പറ്റിയത്, അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് വരാനിരുന്നതാണ്, നമുക്ക് ചില സമയങ്ങളിൽ അങ്ങനെ ഒരു വളരെ നിഷ്കളങ്കരായ ആളുകളാണ്. പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും അവരറിഞ്ഞു ഇവരറിഞ്ഞു, അല്ലേ നമ്മളോട് പിണങ്ങിയിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മളെ ഇപ്പോൾ ഒരു അസുഖം വന്നാൽ അതിനെ പൊതിഞ്ഞ് വയ്ക്കാതെ തന്നെ നമുക്കറിയാവുന്ന ആരോടെങ്കിലും, നമുക്ക് കുറേ അറിവുകളില്ലെങ്കിൽ എനിക്ക് ഇന്നതുപോലെ ഒരു അസുഖമുണ്ട്, അതിനെന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ അറിവുള്ളവർ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ പോവും. എൻ്റെ അറിവിൽ ഞാൻ കുറേ വർഷങ്ങളെ ഉള്ള പരിചയം കൊണ്ട് ഞാൻ പറയുന്നു, ഗവൺമെൻറ് ഡോക്ടർമാരെ കാണുക. അവരാകുമ്പോൾ നമ്മളോട് ഒരുപാട് ഫിസിഷ്യനെ കാണുക. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെപ്പോഴും ഒരു രോഗം നമുക്ക് ഉണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ തന്നെയല്ല അതിന് തീരുമാനം എടുക്കേണ്ടത്. നമ്മളൊരു ഫിസിഷ്യനെ കണ്ടിട്ട് ഡോക്ടർ പറയുന്നതനുസരിച്ചാണ് അടുത്ത പടികളിലേക്ക് നമ്മൾ നീങ്ങേണ്ടത്. അല്ല നേരിട്ട് നമ്മളൊരു മുഴയുണ്ടെന്നും പറഞ്ഞ് ഒരു സർജനെ കാണാൻ പോയതാണ് ഇവരുടെ ഒരു ഏറ്റവും പറ്റിയ ഒരു പ്രശ്നം. പക്ഷെങ്കിൽ ആളുകൾ ഇന്നും ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നു. പക്ഷേ അവരുടെ ഒരുപാട് നമുക്കൊരു ചതിവ് പറ്റുമ്പോൾ ആ ചതിവ് ഒരു ജീവഹാനിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ പൈസ നഷ്ടമാണെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അവർ കുറേ നാളുകൂടെ അവിടെ ചികിത്സിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു അപകടത്തിലേക്ക് പോയേനെ. അപ്പോൾ അങ്ങനെ ഏതായാലും ആ നല്ല മനസ്സുള്ള ആ സിസ്റ്ററിൻ്റെ ആരാന്നൊന്നും എനിക്കറിയത്തില്ല, ഇവർ പേര് വെളിപ്പെടുത്തിയിട്ടുമില്ല. പക്ഷെങ്കിൽ അവരുടെ ഒരു നല്ല സമീപനം കാരണം ഇന്ന് ആളുകൾ ഒരു കുഴപ്പമില്ലാതെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അത് എല്ലാവരുടെയും
അറിവിലേക്ക് ഞാനിത് പറയുകയാണ്. ഒരിക്കലും നമ്മളൊരു രോഗത്തെ പൊതിഞ്ഞു വെക്കുകയോ മറ്റുള്ളവരോട് പറയാതിരിക്കുകയോ ചെയ്ത് ആർക്കും ഏത് സമയം എപ്പോഴും എന്ത് സംഭവിക്കാം, അങ്ങനൊരു ഇതിലാണ് നമ്മളെപ്പോഴും. അപ്പോൾ അല്ലാതെ അവർക്കോ അത് വരികയില്ല, നമുക്ക് മാത്രമേ ഇത് വരൂ, ഇങ്ങനെയുള്ള ചിന്താഗതി കൊണ്ട് ആരും ഇരിക്കരുത്. എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോടോ ഒക്കെ പറഞ്ഞ് എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന നല്ല അറിവുകൾ വെച്ച് നമ്മൾ നല്ല ഡോക്ടർമാരെ കണ്ട് അവരിൽ ഇത് തേടി നമ്മൾ പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് കടക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തടയാനും പറ്റത്തുള്ളൂ. അത് നിങ്ങളുടെ അറിവിലേക്ക് ഞാനിത് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ.